നമസ്കാരം. ഈസ്റ്റേൺ സെൽഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് അഭിപ്രായമില്ലാത്തതായിട്ടൊന്നുമില്ല. എന്നും അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലേക്ക് മനസ്സിന്റെ റഡാറുകൾ തിരിച്ചുവെച്ചിരിക്കുന്ന മലയാളിയെ തന്നെ സ്വയം നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഈസ്റ്റേൺ സെൽഫി അതിനുള്ളൊരു വേദിയാണ്. മലയാളിയെ തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഈ സംവാദ നേരത്തിലേക്ക്, ഈസ്റ്റേൺ സെൽഫിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പുരുഷൻ എന്ന ഏക അർത്ഥത്തിലേക്ക് മദ്യത്തെ ചുരുക്കിയിരുന്നു. ഇന്ന് കാലം മാറി, കഥ മാറി. സ്ത്രീകളിലെ മദ്യപാനാസക്തി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പക്ഷെ അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറല്ല. സ്ത്രീകൾ മദ്യപിക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കാണ് പ്രശ്നം? ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്, കള്ളും പെണ്ണും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനെത്തിയിരിക്കുന്നത് സ്നേഹ നമ്പ്യാർ, രാഹുൽ ഈശ്വർ, ഉണ്ണി ചെറിയാൻ, സിസ്റ്റർ ജോ ആൻ ഫിലിപ്പോസ് പടിക്കൽ, ധന്യ, എലീന, സ്നേഹ. ഇന്നിപ്പോൾ കേരളത്തിൽ പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പം നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഞാൻ ഇന്നലെയും കൂടി കണ്ടു, ഒരു സ്ത്രീ ഓട്ടോയിലിരുന്ന് നല്ല അടിച്ച് പൂസായിട്ട് അവർ സമൂഹത്തിനെ നോക്കി ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നു. അതുപോലെ മറ്റൊരു സ്ത്രീ ബോധം കെട്ട് റോഡിൽ പുരുഷന്മാർ കിടക്കുന്നത് പോലെ കിടക്കുന്നു. ഇപ്പൊ പുരുഷന്മാരെ നമ്മൾ മദ്യപിച്ച് നടു റോഡിൽ കാണാറുണ്ട്, ഇതുപോലെ വണ്ടികളിലും ഒക്കെ ബഹളം വെക്കുന്നു ഒക്കെ കാണാറുണ്ട്. പക്ഷെ ആരും കാണാത്ത ഭാവത്തിൽ പോകും. സ്നേഹയുടെ അഭിപ്രായത്തിൽ സ്ത്രീ മദ്യപിക്കുന്നത് ശരിയോ തെറ്റോ? ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ കാണുന്നത് ആസ് എ സൊസൈറ്റി. ഇപ്പം എന്താ പറയുക, ആൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു ഫാമിലി നന്നാവും, ഒരു ഫാമിലി നന്നായ നാട് നന്നാവും എന്നാണ് പറയുന്നത്. സോ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ആസ് എ വുമൻ. ഷീ സ്റ്റാൻഡ്സ് ഫോർ എവറിത്തിങ്, എല്ലാത്തിനും. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങൾ ആദ്യം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് സ്ത്രീകളെയാണ്. ആണുങ്ങളെ ഞങ്ങളങ്ങ് ഒരു ലീഷ് ഗ്യാപ്പിലങ്ങ് വിട്ടുകളയാ, കുഴപ്പമില്ല, ദേ ക്യാൻ ഡു എനിത്തിങ്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ അവർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ചെയ്താൽ എന്താ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ദേ ക്യാൻ വാക്ക് വിതൗട്ട് എ ഷർട്ട്, വി കാൻറ്റ് വാക്ക് വിതൗട്ട് എ ഷർട്ട്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അവർക്ക് കുടിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് ധാരാളമായിട്ട് പോവാം, കടയിൽ പോയി വാങ്ങി കുടിക്കാം. പക്ഷേ ദർ ഇസ് ലൈക്ക് എന്താ പറയുക, ചില ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഇറ്റ് ഇസ് എ കൾച്ചർ. അവർക്കതൊരു കൾച്ചറാണ്. അവർക്ക് ഡ്രിങ്കിങ് വിത്ത് ഡൈൻ വിത്ത് വൈൻ ഇസ് ദെയർ കൾച്ചർ. പക്ഷെ നമ്മുടെ കൾച്ചർ അതല്ല. I am a social drinker. Yes, I am a social drinker. പാർട്ടിയിലാണോ അതോ വീട്ടിൽ ഇരുന്നാണോ? പാർട്ടി എന്ന് പറയുമ്പോൾ യെസ്, വി ഗോ ഫോർ എ ലോട്ട് ഓഫ് പാർട്ടി. ബിക്കോസ് ഞാൻ ജീവിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ എല്ലാത്തിനും എവറിത്തിങ് ദർ ഇസ് എ പാർട്ടി. ഒരു കുട്ടി ജനിച്ചാലും പാർട്ടിയാണ്, വേറെ വിഷമത്തിലായാലും ദർ ഇസ് എ പാർട്ടി എവറിവെയർ. ബട്ട് ഞാനത് പറഞ്ഞു, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഓ കുടിച്ചാൽ ഞാൻ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് സ്മോക്ക് ചെയ്താൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫാഷൻ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ യു ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ വിത്ത് ഹൂം യു ആർ ഡ്രിങ്കിങ് ആൻഡ് വെയർ യു ആർ ഡ്രിങ്കിങ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്നേഹ പറയുന്ന ഈ സ്ത്രീയുടെ മദ്യപാനത്തെക്കുറിച്ച് രാഹുൽ എത്രമാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇത് ഈ സെൽഫി എടുത്തിരിക്കുന്ന ഈ വിഷയം പ്രസക്തമാണ്. കാര്യം മദ്യപാനം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. മദ്യപാനം എസ്പെഷ്യലി പണ്ടൊരു അപ്പർ ക്ലാസ്സിൽ മാത്രം നിലനിന്നിരുന്നത് ഇന്നൊരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കും മിഡിൽ ക്ലാസ്സിലേക്കും, സ്നേഹ പറഞ്ഞതുപോലെ സോഷ്യൽ ഡ്രിങ്കിങ്, IT കമ്പനികളിലെ പാർട്ടികൾ, സാറ്റർഡേ നൈറ്റ് പാർട്ടികൾ, DJ പാർട്ടികൾ എന്ന കാര്യത്തിൽ പോകുമ്പോൾ കൂടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇഫക്ട്സ് കാണാതിരുന്നുകൂടാ. പുരുഷ ശരീരവും സ്ത്രീ ശരീരവും വ്യത്യാസമാണ്. കാര്യം സ്ത്രീ ശരീരത്തിന് പൊതുവേ ജനറലി നോക്കുകയാണെങ്കിൽ ആ പുരുഷ ശരീരത്തെക്കാട്ടി വെയിറ്റ് കുറവാണ്. അപ്പോൾ ഈ രീതിയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവാണ്. മദ്യത്തിന് ഇവരിലുള്ള ഇഫക്റ്റ് കൂടുതലാണ്. പെട്ടെന്ന് ഇവർക്ക് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ലഹരിക്ക് അടിപ്പെടാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്, അസുഖങ്ങൾ വരാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്, ബോഡിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. ഇതിനെക്കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനറലി പറയുന്നത് പലതരം ക്യാൻസറുകൾ, പലതരം അസുഖങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വരാൻ ഇവർക്ക് ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ അത് കാണാതിരിക്കാൻ കഴിയില്ല. പൊതുവേ ആരും മദ്യപിക്കാതിരിക്കുന്നതാണ് നല്ലത്, വിശിഷ്യ പെൺകുട്ടികൾ. പിന്നെ ഒരു വരിയും കൂടെ പറഞ്ഞാൽ, നമ്മുടെ എറണാകുളത്ത് ഒരു വളരെ പ്രസിദ്ധമായ 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ ഒരു ആൺകുട്ടിക്ക് DJ പാർട്ടീസ് ഒക്കെ നടക്കുന്നതാണ്. അവിടെ ഒരു ആൺകുട്ടിക്ക് കയറണമെങ്കിൽ 2000 റുപ്പീസാണ്. 2 ആൺകുട്ടികൾക്ക് കയറണമെങ്കിൽ അപ്പോൾ 4000 റുപ്പീസാണ് പോകേണ്ടത്. പക്ഷേ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ചെന്നാൽ 1000 രൂപയുള്ള എൻട്രി. പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നാൽ അവൾക്ക് ഫ്രീ ആണ് എൻട്രി, അവൾക്ക് ആൽക്കഹോൾ കൊടുക്കുകയും ചെയ്യും. ഇത് വുമൺ എംപവർമെന്റ് അല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആണ്, സെക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇൻഫോംഡ് ചോയ്സ് നമ്മുടെ പെൺകുട്ടികളുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിൽ എത്ര പേര് രാഹുൽ പറയുന്ന അല്ലെങ്കിൽ സ്നേഹ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നു, വിയോജിക്കുന്നു എന്ന് പറയും? സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സൂചിപ്പിച്ചത്. ഇപ്പം സ്നേഹ പറയുന്നു അവർ കോമൺ ഇതിൽ മദ്യപിക്കാറുണ്ട്, പക്ഷെ അപ്പോഴും സ്നേഹ പറയുന്നത് അത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഒരു പഴയ ഗോത്ര സംസ്കാരത്തിലൊക്കെ ഈ പഴയ
ആദിമ സമൂഹത്തിൽ ഒന്നിച്ച് ഡാൻസ് ചെയ്യുക, ഒന്നിച്ച് പാട്ട് പാടുക, ഒന്നിച്ച് ജോലി ചെയ്യുക, ഒന്നിച്ച് മദ്യപിക്കുക, അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. ഇപ്പോഴും വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങൾ, തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് മദ്യപിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ഒരു ലിമിറ്റേഷൻ, അതിനൊരു ഒരു 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 ലിമിറ്റ് ഉണ്ടായിരിക്കണം. അതില്ലാത്തതാണ് ഇപ്പൊ നമ്മുടെ പുരുഷന്മാർക്കും കേരളത്തിൽ. യഥാർത്ഥത്തിൽ പിന്നെ ആൽക്കഹോൾ എന്ന് പറയുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നതിന് ഒരു ആപ്പിറ്റൈസർ ആയിട്ട് ഉപയോഗിക്കാനാണ് യഥാർത്ഥത്തിൽ പറയണത്. പക്ഷെ നമുക്ക് എല്ലാം കൺട്രോൾ വിടുക എന്നുള്ളതാണ്. അത് വഴി കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദീദി ദാമോദരന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. കള്ള് കുടിച്ചാൽ ബോധം പോകും. അപ്പം ബോധം പോകുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ചോദ്യം. നല്ലതായിരിക്കും. കാരണം ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പറയും മന്ത്രിനെ മാറ്റണം, അഴിമതിക്കാരനാണ്, യോഗ്യതയില്ലാത്ത ആൾക്കാർ അധ്യാപനം നടത്തുന്ന സ്ഥാപനം, അതൊക്കെ പ്രശ്നമാണ്. നല്ലത് ബോധം പോകുന്നതായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഗവൺമെൻറ് തന്നെ ഔട്ട്ലെറ്റുകൾ, ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റ് മോശമുള്ള കാര്യമാണെങ്കിൽ ഗവൺമെൻറ്റിന് അത് വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അത് ഗവൺമെൻറ്റിന് നല്ല കാര്യമാണ്, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. പിന്നെ സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. സ്ത്രീകൾക്ക് മദ്യപിക്കുക മാത്രമല്ല, അവർക്ക് റോട്ടിലിറങ്ങാൻ പാടില്ല, പൊതുസ്ഥലങ്ങളിൽ ഇടപെടാൻ പാടില്ല, രാത്രി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മളെ സംസ്കാരത്തിന് യോജിക്കാത്തതാണ്. അപ്പോൾ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളാണ്. ആണിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഭീരുത്വമുണ്ട്. പെണ്ണിനെ കൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ളൊരു കാര്യം, ആരാൻ്റെ കുട്ടികളെ കൊണ്ട് ഈ ആണുങ്ങളെ അച്ചാന്ന് വിളിപ്പിക്കാൻ പറ്റും, പിന്നെ അവരെ കൊണ്ട് ചെലവിന് കൊടുപ്പിക്കും. അപ്പോൾ അത് പേടിക്കണം. ആണിന് അറിഞ്ഞൂടാ അവൻ്റെ കുട്ടിക്ക് തന്നെയാണോ അവൻ ചെലവിന് കൊടുക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്നുകിൽ പ്രൊട്ടക്ടറായിട്ട് അല്ലെങ്കിൽ ഒപ്രസറായിട്ട് അവൻ പെണ്ണുങ്ങളെ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത് ശരി തെറ്റൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒന്നും സ്ത്രീ ചെയ്യാൻ പാടില്ല. സ്ത്രീ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അകത്തിരിക്കുക, അതിൻ്റെ പുറത്തുനിന്ന് അയാൾ പൂട്ടും, അതിൻ്റെ ഗേറ്റ് അയാൾ പൂട്ടും, എന്നിട്ട് അയാൾ പുറത്തു പോയിട്ട് പൊതു ഇടങ്ങളിൽ അയാൾ കാര്യങ്ങൾ ചെയ്യും. വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷേ ഇത് ഇരവാദമാണ്. അതായത് എന്നും ഞങ്ങൾ സ്ത്രീകളെ ആൾക്കാർ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ അടിച്ചമർത്തുന്നു, ഞങ്ങളെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന എന്നും ഒരു ഇരവാദത്തിന്റെ അടിസ്ഥാനമാണ്. ഇതിന്റെ ഒരു പ്രശ്നം ഒറ്റ വരി പറഞ്ഞാൽ പലപ്പോഴും ദീദിജി അടക്കമുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് ഈ ലക്ഷ്മണരേഖ സീതയ്ക്ക് വേണ്ടിയുള്ളതാണെന്നാണ്. ലക്ഷ്മണരേഖ ശരിക്കും രാവണന് വേണ്ടിയുള്ളതാണ്. അത് സീതയ്ക്കാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അത് രാവണന് വേണ്ടിയുള്ളതും സമൂഹത്തിൽ 20 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു. ഇതൊന്നും ഭർത്താക്കന്മാരോ പ്രൊട്ടക്ട് ചെയ്യുന്നവരോ അല്ല റേപ്പ് ചെയ്യുന്നത്. 20 മിനിറ്റിൽ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നു, 40 മിനിറ്റിൽ ഒരു സ്ത്രീ മൊളസ്റ്റ് ചെയ്യപ്പെടുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നു. ഇനി ഈ സ്ത്രീ മദ്യപിക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. That doesn't mean that ഒരു കുടിച്ച പെണ്ണുങ്ങളെ മാത്രമാണ് റേപ്പ് ചെയ്യുന്നതെന്നല്ല. ഒരു നോർമൽ ആയിട്ട് ഒരു ചെറിയ കൊച്ചുകുട്ടീനെ പോലും റേപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടി വെസ്റ്റേൺ ഡ്രസ് ഇട്ടുകൊണ്ട് അല്ല. ദാറ്റ്സ് ദ മെൻസ് മെന്റാലിറ്റി. അവരുടെ ഒരു ക്രൂവാലിറ്റിയാണ് ഇത് കാണുന്നത്. രാഹുൽ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. സ്ത്രീകളെ പ്രൊവോക്ക് ചെയ്യുന്ന വേഷം ധരിച്ച് നടന്നാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടേക്കാം. സ്ത്രീകൾ മദ്യപിച്ചാൽ പിന്നെ ബലാത്സംഗം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബലാത്സംഗം ചെയ്യും. ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളണം. സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിനകത്തുള്ള ഇപ്പോഴും അവരെ തെറ്റ് കാണുന്നേയില്ല. ഇത് ദീദി ദാമോദരൻ പറഞ്ഞാണ് അക്ഷരം പ്രതി ശരി. ഇവർക്ക് പേടിയാണ്. സ്ത്രീകളെ അടിമുടി ഭയമാണ്. ഇനി ഇരവാദം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് പേടിയാണ്. സ്ത്രീ എന്ത് ചെയ്ത് കളയുന്നു. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഇത് കാലാകാലങ്ങളായിട്ട് പേടിച്ച് ഓരോ സ്പേസിൽ നിന്നും സ്ത്രീകളെ ഇവർ നൂറ്റാണ്ടുകളായിട്ട് ഒഴിവാക്കി നിർത്തിയതാണ്. ജോലിക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞോട് യോജിക്കുകയാണ്. പേടിയാണ്. കാര്യം എന്റെ പെങ്ങളോ എന്റെ മകളോ എന്റെ സഹോദരിയോ വെളിയിറങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഏതൊരു നല്ല അച്ഛനമ്മേ പേടിയാണ്. ആരാന്റെ പെങ്ങൾ എങ്ങനെ പോയാലും നമ്മൾ കൈയടിക്കും. പക്ഷെ സ്വന്തം പെങ്ങൾ പോകുമ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സമരം ഉണ്ടായി. അപ്പോൾ അതിലൊരു ടീച്ചർ പറഞ്ഞാണ്, പെൺകുട്ടികൾ 6 മണിക്ക് ശേഷം വെളിയിറങ്ങി നടക്കണം, 10 മണിക്ക് ശേഷം വെളിയിറങ്ങി എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, സ്വന്തം മോളെ വിടുക. അതില്ല, എന്റെ മോളെ ഞാൻ 5 മണിക്ക് വീട്ടിൽ കയറ്റും. അപ്പൊ ആരാന്റെ പെങ്ങളെ എങ്ങനെ പോയാലും നമുക്ക് കൈയടിക്കാൻ പോവാ. സ്വന്തം മോളെ മദ്യപിക്കാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു നോക്കുക. അത് പേഴ്സണലി നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ആശയപരമായിട്ടാണ് സംസാരിക്കുന്നു പറയും. അപ്പൊ നല്ലതാ. അവർക്ക് 18 വയസ്സായിട്ട് കള്ളു കുടിക്കാവുള്ള ഈ രാജ്യത്തൊരു നിയമമുണ്ട്. 18 വയസ്സായ പിന്നെ അവർക്ക് ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ എന്നോട് സിഗരറ്റ് വലിക്കുന്നത് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിച്ചില്ലേ. അപ്പൊ ഇതൊന്നും അല്ല ഒരാൾക്ക് തോന്നി ഇത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മദ്യം നല്ലതാണെന്ന് എല്ലാവരും കുടിച്ചോളണം എന്നല്ല ഞാൻ പറഞ്ഞത്. മദ്യപിക്കോ? സാമാന്യം നന്നായിട്ട് മദ്യപിക്കോ? അങ്ങനെയില്ല, വല്ലപ്പോഴും. ശീലമല്ല. സദസ്സിലിരിക്കുമ്പോ സ്ത്രീകൾ കൂടാറുണ്ടോ മദ്യപിക്കാൻ? മദ്യപിക്കുന്ന സ്ത്രീകൾ എനിക്കറിയാം. പക്ഷെ ഞാൻ സ്ത്രീകളുടെ കൂടെ ഇരുന്നാലും മദ്യപിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഇരിക്കാനുള്ള മദ്യപിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? ധാരാളം. പുരുഷന്മാരാണോ സ്ത്രീകളാണോ തമ്മിൽ ഭേദം മദ്യപിച്ചു കഴിഞ്ഞാൽ? അല്ല, അത്
ഇറ്റ് ഡിപ്പെൻസ്. കാരണം അത് കുടിക്കുന്ന അളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കിതുവരെ മദ്യപിച്ച് വളരെ വഷളായി പെരുമാറിയ സ്ത്രീകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആണുങ്ങളെ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ജനറലൈസേഷൻ ആയി പോകും. അതുകൊണ്ട് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. മദ്യപിക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾക്കാണോ കപ്പാസിറ്റി കൂടുതൽ അതോ പുരുഷന്മാർക്കാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. കാരണം എനിക്ക് തന്നെ പരിചയമുള്ള ഒറ്റ പെഗ്ഗിലൊക്കെ തലകുത്തി വീഴുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി അത് പിടിച്ചു നിൽക്കാനുള്ള അറിയില്ല. എനിക്ക് അങ്ങനെ ഇവർ എത്രമാത്രം കഴിക്കും അങ്ങനെയുള്ള ഒരു പരിചയം. എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത് സിസ്റ്റർ ജോ ആനോടാണ്. ഇതില് അവർ പറയുന്നുണ്ട് ഞാനൊരു കോട്ടയംകാരി ക്രിസ്ത്യാനിയല്ലേ എന്ന്. പൊതുവെ ക്രിസ്ത്യാനി സ്ത്രീകൾ മദ്യപിക്കൂ? പൊതുവെ ക്രിസ്ത്യാനി സ്ത്രീകൾ മദ്യപിക്കാറില്ല. സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടപ്പോൾ ആരും പ്രതിഷേധിച്ചില്ല? പ്രതീക്ഷിക്കാതൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനി എന്ന പേരിൽ മദ്യപിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നില്ല. സ്ത്രീകൾ മദ്യപിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് കുടിക്കുന്ന ഒരു സാഹചര്യവും അതിന് ഇൻഡയറക്റ്റായിട്ട് ഒരു അനുവാദവും അത് വിളമ്പുന്ന രീതിയും സൂക്ഷിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും. എങ്കിൽ സ്ത്രീകളും അതിൻ്റെ ഒരു ഭാഗമായി മാറും. സിസ്റ്റർ ഒരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, അല്ലേ? അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടോ? സ്ത്രീകളും പുരുഷന്മാരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? ഒരുപോലെയാണോ ഇവര് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വരുന്നത്? അതോ താരതമ്യേന സ്ത്രീകൾ കുറവ് അല്ലെങ്കിൽ പുരുഷന്മാർ കുറവ് അങ്ങനെയുണ്ടോ? അധികം പേരും പുരുഷന്മാർ തന്നെയാണ്. അത് നടുത്തര വർഗത്തിൽപ്പെട്ടവരാണോ അതോ സൊസൈറ്റിയിൽ കുറച്ച് ഏതാണ്ട് മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവർ തന്നെയാണ് സ്ത്രീകൾ? എങ്ങനെയാ അവരിങ്ങനെ ഒരു ഇതിൽ ചെന്ന് പെടുന്നതെന്ന് സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടോ അവരോട്? ഉണ്ട്. മിക്കവാറും ഒരു ഏകാന്തതയിൽ വീട്ടിൽ തന്നെ കഴിയുന്നവരാണ്. ഭർത്താക്കന്മാർ ദൂരെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വർക്കിന് പോയിട്ടുള്ളവരോ ഇവർ തന്നെ വീട് മാനേജ് ചെയ്യുന്നു. അതിൻ്റെ ടെൻഷൻ, ഏകാന്തത അവർക്ക് ഇതിൻ്റെ ലഭ്യതയിലേക്ക് അവരെ നയിക്കുന്നു. ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ പോയാൽ പിന്നീട് അവരത് മദ്യപിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്? അതോ ഇപ്പോൾ പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ തന്നെ പലപ്പോഴും ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ സ്ത്രീകൾ പക്ഷേ അത് പാലിക്കാറുണ്ടോ അതോ വീണ്ടും അവരങ്ങനെ ഒരു മോശമായ അവസ്ഥയിലേക്ക് ചെല്ലുന്നു? ഇല്ല, സ്ത്രീകൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട ഒരു റെസ്പോൺസാണ് കാണിക്കുന്നത്. പുരുഷന്മാർ വീണ്ടും പുനഃപ്പതിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ പുനഃപ്പതിക്കുന്നില്ല. അവർക്ക് ഒരു ബോധ്യമുണ്ടാക്കി അവരുടെ ജീവിത ശൈലിയെ ഒന്ന് തിരുത്തുമ്പോൾ ഒന്നുകൂടി ഒരു ഉൾക്കാഴ്ച കിട്ടുന്നുണ്ട്. എന്തോ ഒരു 6ാം ഇന്ദ്രിയം അവർക്കുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ബോധ്യമുണ്ട് സ്ത്രീക്ക്. എൻ്റെ പേര് ധന്യ. ഞാനൊരു കോട്ടയംകാരി ക്രിസ്ത്യാനിയാണ്. എൻ്റെ അമ്മ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മദ്യപിക്കുകയോ ഞങ്ങളുടെ പരിസരത്തുള്ള ആരും അങ്ങനെ മദ്യപിക്കുന്നതായിട്ട് അറിയില്ല. പക്ഷെ എല്ലാവരും തന്നെ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെ പല ആഘോഷവേളകളിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വൈൻ കുടിക്കാറുണ്ട്. അല്ലാതെ ഈ സിനിമയിൽ പറയുന്ന പോലെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. കോട്ടയത്ത് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെയാണ്. ഈ ധന്യയോടൊന്ന് ചോദിക്കട്ടെ. ഇതും ഒരു ധന്യയാണ്. ധന്യ ഫിലിം ഇൻഡസ്ട്രിയിലാണ് അല്ലേ? മാഫിയ ശശിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലേ? ഈ നല്ല എനർജിയൊക്കെ വരണമെങ്കിൽ സ്വല്പം ഇല്ല, ഞാൻ ഇതുവരെയും തൊട്ടുപോലും നോക്കിയിട്ടില്ല. നമുക്ക് ചിലവരൊക്കെ നമ്മളിങ്ങനെ ഒരു ഷോ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ 1-2 പേരോട് ചോദിച്ചപ്പോൾ ഒന്ന് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യണമെങ്കിൽ ഒരു 2 പെഗ്ഗൊക്കെ അടിച്ചിട്ടൊക്കെ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. അല്ല, പൊതുവെ സിനിമയിൽ മദ്യപിക്കുന്ന സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. നൈറ്റ് 12 മണി രാത്രിയൊക്കെ 1 മണിക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ട്രെയിനിൽ പോലീസുകാർ എന്താണ് എത്ര വിട്ടരോ എന്നെ ഇത്രയും കപ്പാസിറ്റി. പക്ഷെ ഞാൻ ഇതുവരെയും തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഒരുപാട് പേടിയുള്ളത് കൊണ്ടാണോ താല്പര്യം? ഇല്ല, ഞാൻ ഒരു ലഹരി ഇപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റാണ്. ഒരു ദിവസം കുറേ കഴിക്കും, കിട്ടി എത്ര വേണം കഴിക്കും. പക്ഷെ അത് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. എനിക്ക് അവരൊരു മാതൃക കേൾക്കണം, ഞാൻ ഇന്നാണ്. അതുകൂടാണ്ട് എല്ലാവരും പറയണത് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു പുരുഷൻ്റെ വാരിയലാണ് സ്ത്രീ. പുരുഷൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നു, കുടിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീ വാരിയൽ ഡാമേജായ ആ കുടുംബം മൊത്തം തകരും. എൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഡ്രിങ്കിങ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും ചെയ്യില്ല. കാരണം എൻ്റെ അമ്മ വാരിയലായിരുന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു. സ്ത്രീ പുരുഷന്റെ വാരിയല്ലാണോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ വളർന്നു വന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബിക്കോസ് എൻ്റെ അച്ഛൻ കുറച്ചും കൂടി ലിബറലാണ്, എന്താ പറയുക, കുറച്ചും കൂടി ഫ്രീഡം തരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻകറേജ് ചെയ്യുക. അതുപോലെ എല്ലാ അച്ഛന്മാരും ചെയ്യുന്ന. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മേ ബി ബിക്കോസ് ഞാനിവിടെ ജനിച്ച് വളരാത്ത കൊണ്ടായിരിക്കും. ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് ബാംഗ്ലൂരിൽ കുറച്ചും കൂടി ഫോർവേഡ് തിങ്കിങ് പീപ്പിൾ ആണ്. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജോലിയും ബിസിയാണ്, ബിസി ലൈഫാണ്, ആർക്കും സമയമില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഡിസ്കസ് ചെയ്യാൻ. ബാംഗ്ലൂരിൽ പോലും പിന്നെ ഇതുപോലെ പെൺകുട്ടികൾ മദ്യപിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെയും സദാചാര പോലീസുകാർ ചെന്നൊരു ബഹളം ഉണ്ടാക്കിയതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല. അല്ല, ഇവിടെ തന്നെ കാട്ടിയും അവിടെ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പോലെ ഇവിടെ ക്യൂല് നിന്ന് വാങ്ങാനോ ഇപ്പൊ പെണ്ണുങ്ങൾക്കൊന്നും പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അവൈലബിൾ ഈവൻ ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗോ, അത് എടുത്തിട്ട് ബില്ല് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. അവർ ചോദിക്കാനും പോകുന്നില്ല. പക്ഷെ അതുപോലെ ഡേ പബ്സ് ഉണ്ട്. ഈ സ്കൂൾ കുട്ടികൾക്കും കോളേജ് പിള്ളേർക്കൊക്കെ ഡേ പബ് ഉണ്ട്. ഇപ്പൊ രാത്രി പോയി ആർക്കും പറയാൻ പറ്റില്ലല്ലോ. സോ പകൽ എങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് സ്നേഹ പറഞ്ഞതിനോട് എൻ്റെ അടുത്ത സുഹൃത്താണ് ശക്തമായി വിയോജിക്കുന്നത്. ആ പറഞ്ഞതിന്റെ പ്രശ്നം ഇതാണ്, ഫോർവേഡ് തിങ്കിങ് ആണ്. അതായത് മദ്യം ഈസിലി അവൈലബിൾ ആവുന്ന ഫോർവേഡ് തിങ്കിങ് ആണ്. ഡേ പബ്സ് ഉള്ളത് ഫോർവേഡ് തിങ്കിങ് ആണ്. മദ്യപിക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ 22% പെൺകുട്ടികൾ വൺ ടൈം ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. അങ്ങനെയാണ് കേരള ഗവൺമെന്റ് ഒക്കെ ക്യാമ്പയിൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ മയക്കുമരുന്ന് കുറച്ചുകൂടെ ആയിരിക്കും. ധന്യ എനിക്കറിയില്ല, പക്ഷെ ധന്യ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ വാരിയലാവേണ്ട സ്ത്രീ വാരിയലാവാതെ പൂസായി വഴി കിടക്കുന്നത് ഫോർവേഡ് തിങ്കിങ് ആണെന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ നാശത്തിലേക്ക് അത് ചെയ്യുന്നതിനെ കുറിച്ചല്ല, സ്ഥലങ്ങളുടെ ഡാമേജ് ഒക്കെ സ്ത്രീകൾ തന്നെ ഇതാണ് അവിടുത്തെ പ്രശ്നം. അതായത് സ്ത്രീ കുടിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ പുരുഷൻ കുടിക്കുന്ന ശരിയാണെന്ന് പറയുന്ന പോലെ അല്ല. രണ്ടുപേരും വേണ്ട. പബ് ഓപ്പൺ ചെയ്ത് ഫോർവേഡ് തിങ്കിങ് ആണ്. അപ്പൊ നിങ്ങൾ തുറന്നു വെച്ചു ആർക്ക് വേണമെങ്കിൽ പോകുന്നല്ല. യു ഹാവ് ടു ഡിസൈഡ് വെദർ യു വാണ്ട് ടു ഗോ ഓർ നോട്ട്. അങ്ങനെ സ്ത്രീകളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യരുത്. അല്ല, എലീന റിസർച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് അല്ലേ? റിസർച്ച് ചെയ്യുന്നത് സൈക്കോളജി പഠിക്കുന്നുള്ളതാണ് റിസർച്ച് ചെയ്യുന്നത്. ഞാൻ ജനിച്ചത് കേരളത്തിലാണ്, വളർന്നത് കേരളത്തിലാണ്. പക്ഷെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. ദാറ്റ്സ് ഫോർ മൈ ഡിഗ്രി. സോ ഐ സി ബോത്ത് ദ ഫേസസ്. ബോത്ത് കേരളത്തിലെ ഫേസും കാണുന്നുണ്ട്, ബാംഗ്ലൂരിലെ ഫേസും കാണുന്നുണ്ട്. എൻ്റെ അപ്പം നന്നായിട്ട് കുടിക്കും. ഞാൻ കോട്ടയംകാരിയാണ്. എനിക്ക് വേണമെങ്കിൽ കുടിക്കാം, പക്ഷെ ഐ ഡോണ്ട് ഡ്രിങ്ക്. ബിക്കോസ് എൻ്റെ ഇതിലെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലൈക്ക് എല്ലാവരും പറയുന്നതായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് വാജം അടിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും, ഞാൻ അത് ചെയ്ത് ചെയ്യും. 24/7 ഞാൻ ആക്റ്റീവാണ്. എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് ഏതാ അടിച്ചേക്കുന്നത്? ഇതാണ് ഫസ്റ്റ് ഡയലോഗ് എൻ്റെ അടുത്ത് ചോദിക്കണേ. ഞാൻ പറയും ഞാൻ ചെയ്യില്ല. അപ്പോൾ അവർ ചോദിക്കും എടി നീ കോട്ടയംകാരിയാണ്, നിന്റെ അപ്പം അടിക്കും, നീ ഇങ്ങനെയൊക്കെ ടി വിയിലൊക്കെ ചെയ്യുന്നില്ല, അപ്പോൾ യു ഷുഡ് ആക്ച്വലി ഡ്രിങ്ക്. ഞാൻ പറഞ്ഞു ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് യു ഷുഡൻറ്റ് ഹാവ് ടു ഡ്രിങ്ക്. ഇറ്റ്സ് യുവർ പേഴ്സണൽ ഡിസിഷൻ വെദർ യു വാണ്ട് ടു ഡ്രിങ്ക് ഓർ നോട്ട്. അവിടെ ഇപ്പം ചേച്ചി പറഞ്ഞാൽ അവിടെ പബ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തണമെങ്കിൽ നേരെ പബ്ബിലാണ് പോകുന്നത്. ഈവൻ ഐ ഡു ഗോ ദർ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും കുടിക്കാറുണ്ട്. ദേ ഓഫർ മീ ഷോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവിടെ കുടിക്കുന്നത്. ഒറ്റ ഇതിൽ കുടിച്ചാൽ ക്ലീൻ ആണ്. സോബർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഈ ചില്ലൗട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക, പബ്ബിൽ തന്നെ ഇരിക്കുക, കുറച്ച് കുടിക്കുക, ഒന്ന് ഹൈ ആവുന്നതല്ല. സോബർ എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്രേസി ആവുക, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കാം ഡൗൺ ആവുക, ഡീസൻ്റ് ആയിട്ട് പോവുക. അച്ഛനല്ലേ തൊട്ടടുത്തിരിക്കുന്നത് അല്ലേ? ഈ അച്ഛനാണോ മദ്യപിക്കുന്നത്? ഞാൻ മദ്യപിക്കുന്നത് ഞാൻ ഒരു സംഘടനയുടെ റെപ്രസെന്റ് ചെയ്ത് അവിടെ വന്നിരിക്കുന്നത്. 1985 ഞങ്ങൾ സംഘടന ഉണ്ടാക്കി, ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി മദ്യം ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാക്കിയ സംഘടനയാണ്. ഞങ്ങൾ സോബർ ഡ്രിങ്കേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു. മദ്യപിക്കുന്നത് ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ദോഷമാണെന്ന് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ ക്യാമ്പയിന് വേണ്ടി മാത്രമേ ഉള്ളൂ ദോഷം അല്ല, പുരുഷനായാലും സ്ത്രീ ആയാലും ദോഷം. ഇവരുടെ അഭിപ്രായം എന്താണെന്നറിയാം, പറയൂ. മദ്യം നമ്മുടെ സമൂഹത്തിൽ ഒരു വല്ലാത്ത വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുരുഷന്മാരുടെ മദ്യപാനം നിയന്ത്രണാതീതമാണെന്നൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മദ്യം കൊണ്ട് കുടുംബമൊക്കെ തകരുന്ന ഒരു അവസരത്തിൽ കുടുംബത്തെ സംരക്ഷിച്ചിരിക്കുന്ന സ്ത്രീകൾ, വാരിയല്ലെന്ന് പറഞ്ഞ സ്ത്രീകൾ, അവരെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം. അവരാണ് ഈ കുടുംബത്തെ, ഈ സമൂഹത്തെ ഇത്ര നിലനിർത്തുന്നത്. പക്ഷേ കുടിച്ച് മത്തരായിരിക്കുന്ന ഒരു പുരുഷ സമൂഹം ഏതെങ്കിലും സാഹചര്യം കൊണ്ട്, ഇപ്പോൾ നേരത്തെ ഏകാന്തതയെക്കുറിച്ച് സിസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സ്ത്രീ മദ്യപിച്ചാൽ അങ്ങനെ ഒരു സ്ത്രീ മദ്യപിക്കാൻ പാടില്ല എന്ന് പുരുഷ സമൂഹം കൽപ്പന കൊടുക്കാനൊന്നും അതൊന്നും പാടില്ല. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ ഈ പുരുഷന്മാരുടെ മദ്യപാനത്തെ തടയുകയും നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ത്രീ മദ്യപിക്കുന്നെങ്കിൽ അത് മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തരത്തിലേക്ക് സ്ത്രീക്ക് മാത്രമാണ് എന്നൊരു തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഹിമ ശങ്കറിന്റെ ബൈറ്റ് കാണാം, അവരെന്താ പറയുന്നത് നോക്കാം. സ്ത്രീകൾക്ക് മദ്യം ഉപയോഗിക്കാമോ എന്നുള്ള വിഷയത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, മദ്യം എന്ന് പറയുന്നതും നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ മരുന്നുകൾ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ ഒക്കെ ഉള്ളൊരു അവശ്യ വസ്തുവായി തീർന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. അല്ലെങ്കിൽ ചിലപ്പോൾ സൗഹൃദം പങ്കുവെക്കാനോ ഒക്കെ. അപ്പം അവർ മദ്യത്തിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ ഡെയിലി അവരുടെ ആൽക്കഹോൾ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നവരാണോ, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കുറച്ച് സന്തോഷങ്ങൾക്ക് വേണ്ടി വല്ലപ്പോഴും മദ്യം കഴിക്കുന്നവരാണോ എന്നൊക്കെ വേർതിരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ മദ്യപാനികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മദ്യം ഒരളവിൽ കൂടുതൽ കൺസംഷൻ നടത്തുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അത് അവരെ നശിപ്പിക്കും. അവരുടെ കൃത്യമായിട്ട് അവരെ ധനത്തെയും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെയും ഒക്കെ തകർക്കുന്ന രീതിയിൽ അവരുടെ ശാരീരികാവസ്ഥയെ തന്നെ മാറ്റി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ
പലപ്പോഴും ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് ചെറിയ അളവിലൊക്കെ വൈൻ കഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ അമ്മ പണ്ട് എനിക്ക് ഒരു ഡോക്ടേഴ്സ് ബ്രാൻഡി എന്നുള്ളതിലൊക്കെ ഒരു മുട്ടയൊക്കെ ഇട്ട് വന്നിട്ട് ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് മദ്യം ഒരു കണക്കിന് നമ്മുടെ നിത്യജീവിതത്തിലെ പാട്ടാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അതിൻ്റെ ഒരു വളരെ ലിമിറ്റഡ് ലെവലിലുള്ള കൺസെപ്ഷൻ ഒരിക്കലും ഹാനികരമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് കുടിക്കാമോ എന്നുള്ള വിഷയത്തിൽ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും രണ്ടുപേരെയും ആശ്രയിച്ചിരിക്കും അവരെങ്ങനെയാണ് അതിന് ഉപയോഗിക്കുന്നത് എന്നുള്ള വിധം. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വല്ലപ്പോഴും ഒക്കെ ബിയർ കുടിക്കാറുണ്ട്. അല്ലാതെ എന്താ പറയുക, അതിലപ്പുറം നമുക്ക് അതിനോടൊരു അഡിക്ഷനായിട്ടോ അല്ലെങ്കിൽ നിർത്താൻ പറ്റാതെ ഇത് ഇല്ലാത്ത അവസ്ഥ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ അത് വളരെ ആരോഗ്യകരമായ രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പല പെൺകുട്ടികളും മദ്യപിക്കുന്നതിന് ഒരു റീസൺ, ഒരു കാരണം, ഒരു ഫാഷനാണ്. പെൺകുട്ടികളല്ല, ഇത് പെൺകുട്ടികൾ മദ്യപിക്കുന്ന കാരണം, ആൺകുട്ടികൾ മദ്യപിക്കുന്ന കാരണം വേറെ കാണാം. പക്ഷെ പെൺകുട്ടി മദ്യപിക്കുന്ന കാരണം ഫാഷൻ, മോഡേൺ, അതായത് ഒരു ഗാംഗിൽ പെടുക. ഈ രീതിയിൽ നമ്മൾ പെൺകുട്ടികൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുകയാണ്. ആൺകുട്ടികൾ മദ്യപിക്കുന്നത് തെറ്റാണ്. അപ്പനും അമ്മമാരും വന്ന് പറയുന്നില്ല മോളെ നീ കുടിക്കുന്ന ഹൈഫൈ ഉള്ളൂ, ഒരിക്കലും പറയത്തില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ആൺകുട്ടികൾ കുടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല റീസൺ, ഇത് മാത്രമല്ല ഒരു റീസണും കൂടി ഉണ്ട്. ഈ ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് കുറെ കോൺസേർട്സ് നടക്കുന്നുണ്ട്, കുറെ ബാൻഡ് ഉണ്ട്, അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഒരു സ്റ്റേജിന് മുന്നിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കോൺഷ്യസ് മൈൻഡിൽ നിൽക്കുമ്പോൾ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് അവരെന്തും പറഞ്ഞ് കുടിച്ച് ഫിറ്റ് ആയിട്ടൊന്നും അല്ല വരുന്നത്. ദി കൺസ്യൂമർ ലിറ്റിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞാൽ കുറച്ചൊന്ന് എന്താ പറയുക, നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് മെഡിലേക്കാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. സോ ആ ഒരു കോൺഷ്യസ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി മാത്രമാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് അഡിക്റ്റഡ് ആവത്തില്ല. അഡിക്റ്റഡ് ആവുന്നവരും ഉണ്ട്. സ്മോക്കിംഗ് അങ്ങനെ അഡിക്റ്റഡ് ആവുന്നതാണ്. അതായത് എക്സാമിന് മുമ്പ് സ്മോക്കപ്പ് ചെയ്ത്, അതായത് ഡ്രഗില് ഈ കഞ്ച വലിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതെല്ലാം തലേ കയറും എന്ന് പറയും. പഠിക്കുന്ന എല്ലാം തലേ കയറും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം കഥകളിയും ഒക്കെ കളിക്കാൻ പോകുന്ന എന്ത് ഇത് വെറും ഒരു മൈൻഡിന്റെ ഒരു കുഴപ്പം മാത്രമല്ല. അത് എന്റെ സൈക്കോളജിയുടെ റിസർച്ച് ആയിട്ട്. പക്ഷേ അത് ഒരു പരിധി വരെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതെ, ആ കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്ക് മദ്യമാണോ? ബെറ്റർ പ്രിപ്പറേഷൻ അല്ലേ വേണ്ടത്? അതിന് നമുക്ക് പരീക്ഷയ്ക്ക് പോകണം, നമുക്ക് ഒരു ഡ്രിങ്ക് എടുത്തിട്ട് പോവാം. ഹിമയും പറഞ്ഞു, പൊതുവെ പറയുന്നു, ഇപ്പൊ 4 പുരുഷന്മാർ കൂടിയിരുന്നാൽ കുപ്പി പൊട്ടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇപ്പൊ വന്ന് സ്ത്രീകളും ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്കൊന്ന് അടിച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരു പതിവ് പൊതുവെ കേരളത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. സൗഹൃദത്തിന് മദ്യപാനം അത്ര അത്യാവശ്യമാണ്? അത്യാവശ്യമല്ല, നോട്ട് അറ്റ് ഓൾ. ഇപ്പം കൂടെ ഇരിക്കുന്നവർ ഇപ്പം ഞാൻ കുടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോട് വന്നിട്ട് കം ഹാവ് എ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണം അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇതുകൊണ്ട് തന്നെ കൊണ്ടു നടത്താൻ. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമില്ല. അത് പിന്നെ അത്രയ്ക്ക് മാത്രമേ ലിമിറ്റഡ് ആയി ഒന്നിച്ച് വന്ന് വെള്ളം അടിച്ച് അവരെ പാട്ടിന് പോവുകയും ചെയ്യും. സ്നേഹം എന്തെങ്കിലും അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, തലകുത്തി മറിഞ്ഞിട്ട് ഇല്ല, ചാൻസേ ഇല്ല. അല്ല, അതാ പറഞ്ഞ ഇന്നൊരു പോയിന്റ് പറയാന്ന് വെച്ചാൽ ആണുങ്ങളെക്കാട്ടിയും പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ പറയുമ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലായിക്കോട്ടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ദേ നോ ദെയർ ലിമിറ്റ്. എപ്പോഴോ ആയിരിക്കും, ചിലപ്പോൾ വല്ലപ്പോഴും ആയിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തലകുത്തി വീഴൊക്കെ. ദേ ഹാവ് എ കൺട്രോൾ. അതുകൊണ്ടാണ് ദേ കുഡ് ആക്ച്വലി ലീഡ് എ ഫാമിലി. ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുമ്പോൾ കുടിക്കുന്നവരുണ്ട്, ബട്ട് ദേ റെഗുലർലി ഗോയിങ് ടു ദ വർക്ക്, ദേ ടേക്കിംഗ് കെയർ ഓഫ് ദ ഫാമിലി, ദേ ഡൂയിങ് എവറിത്തിങ്. സൊസൈറ്റിയിൽ എന്തൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, കൈവിട്ട് പോയ കളിയാ. അന്ന് അടിക്കാൻ തുടങ്ങി പിന്നെ അത് ദിവസം അത് അവരൊരു ഹാബിറ്റായി മാറി. ആ സമയമാകുമ്പോൾ കറക്റ്റ് ആ ടൈം 7 മണിയൊക്കെ ആകുമ്പോൾ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. കുറച്ച് തന്നെ മറന്നാൽ, അതായത് ഇത് അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് നിലതെറ്റും നാച്ചുറലി. പിന്നെ സ്ത്രീ ശരീരം കുറച്ചുകൂടി ലോലമാണ് എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സ്ത്രീയെ വശംവദയാക്കാൻ സാധിക്കും എന്ന് പുരുഷന് ഒരു തോന്നലുണ്ട്. മദ്യം ഈ കൊടുക്കുന്നതും ഫ്രീ ആയിട്ട് പല 5 സ്റ്റാർ ഹോട്ടലും കൊടുക്കുന്നത് ഇവരുടെ എംപവർമെന്റിന് വേണ്ടി ഒന്നും അല്ലല്ലോ. സ്ത്രീ സാക്ഷരതയ്ക്കും വുമൺ എംപവർമെന്റിന് വേണ്ടി അല്ലല്ലോ ആൾക്കാർ മാർക്കറ്റിംഗ് മാത്രമല്ല. അല്ല, പച്ചയ്ക്ക് നമ്മൾ പറയാറുണ്ട് കാര്യമല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആണ്, സെക്സ്പ്ലോയിറ്റേഷൻ ആണ്. പക്ഷെ ഇത് കുറച്ച് എളുപ്പമല്ലേ? ഇതുപോലെ തന്നെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ഇതുണ്ടാവും. A woman is needed everywhere. അപ്പോൾ പെണ്ണുങ്ങളാണ് ഇമ്പോർട്ടന്റ്. അവിടെയും ആണിന്റെ ചൂഷണത്തിന് വേണ്ടി ഡിജെ ഗ്രൗണ്ടിൽ പോകുന്നത് അവിടെ ഡാൻസ് കളിക്കാൻ പോകും, കുടിക്കണോ മാത്രം പോകണമെന്നൊന്നും ഇല്ല. മദ്യം കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്തിനാ? അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വരാൻ എന്റെ പേര് ഷീല. ഞാൻ കോട്ടയത്ത് പഠിച്ച ഇടുക്കി ജില്ലയിൽ ജനിച്ച ഒരാള്. അപ്പം എന്റെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നമുക്ക്
ആ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമുക്ക് പകുതി വില പോലും കൊടുക്കുകയും വേണ്ട. കോട്ടയാണ്. അപ്പം ഞാൻ ഒരു 10-22 വയസ്സുള്ളപ്പോൾ ഗുജറാത്തിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ലേഡീസിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ലേഡീസ് മാത്രമായിട്ടും ഇങ്ങനെ നമുക്ക് പാർട്ടീസൊക്കെ ഉണ്ട്. ഇപ്പം ധന്യ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് പറയും ഒരു കുഴപ്പമില്ല, കുറച്ച് കുടിക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. എനിക്കത് എന്തോ, ഇപ്പം എൻ്റെ അച്ഛൻ കുടിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ. ഇപ്പം എൻ്റെ ചേട്ടനാണെങ്കിൽ 24 hours കുടിക്കും. പക്ഷേ എനിക്ക് വേണമെങ്കിൽ കുടിക്കാം, എനിക്കിപ്പോഴും വേണമെങ്കിൽ കുടിക്കാം. ഞങ്ങൾ മേടിക്കാറ് പോലും ഇല്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് VRS എടുത്ത് അപ്പം നമുക്കത് പോവുകയാണ്, 6 കുപ്പിയും പോവുകയാണ്. പക്ഷേ ഇപ്പം ധന്യ പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് യോജിപ്പ്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ പുരുഷന്മാരെയും ഇപ്പോഴത്തെ സ്ത്രീകളെയും നോക്കണ്ട. ഇവർ കഴിഞ്ഞു, ഇവരുടെ കത്തിക്കൽ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി ഇപ്പം എൻ്റെ മക്കൾ എങ്ങനെ വളരണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ കുടിച്ച് വെച്ച് ഞാനിങ്ങനെ എൻ്റെ പിള്ളേരെയും കൂട്ടി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഹുൽ പറഞ്ഞ പോലെ പിന്നെ അതങ്ങ് തീരുകയാണ് അതോടുകൂടി. അപ്പം പിന്നെ നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളാണ്. ഇപ്പം നമ്മൾ ഇപ്പം മീഡിയയിൽ തന്നെ കാണുന്നു, ഹെറോയിൻ ഉപയോഗിച്ച് പെൺകുട്ടികളെ പിടിക്കുന്നു, പിന്നെ മദ്യപിച്ച് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ രാഹുൽ പറഞ്ഞമാതിരി IT ഫീൽഡിലൊക്കെ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ശരിക്കും അതൊരു ഇളം തലമുറയുടെ ആരോഗ്യകരമായ ഒരു പോക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരിക്കലും ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. ശരിക്കും ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. നമ്മളിപ്പോഴത്തെ യൂത്ത് ആണെങ്കിലും കള്ളയില്ലാന്നിട്ട് എന്താണ് യൂത്ത് അടിച്ചു പൊളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു യങ്സ്റ്റർ തന്നെ ആണ്. ശരിക്കും എല്ലാ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്നതാണ്. പക്ഷെ അതിന് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഈ ഷോയ്ക്ക് തന്നെ നമുക്കറിയാവുന്ന പല സ്ത്രീകളെയും വിളിച്ചപ്പോൾ അവരെല്ലാം നമ്മളോട് പറഞ്ഞ് ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് അവിടെ വന്നിരുന്ന് പറയാൻ വയ്യ എന്ന് പറഞ്ഞ ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. മറ്റൊരു സ്ത്രീ തന്നെ പറഞ്ഞത് എന്തുകൊണ്ട് പാടില്ല, പിന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് മദ്യപിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ ഇവരാരും തന്നെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ത്രീ അത് തെറ്റാണോ എന്ന് സ്വയം ഭയക്കുന്നുണ്ടോ? തെറ്റല്ല, ഒരു കണ്ടീഷൻ. അതല്ല, അത് വന്നിരുന്ന് പറഞ്ഞാൽ നാളെ ഇപ്പൊ ഈ ഭാഗ്യജി ആദ്യം പറഞ്ഞാൽ ഓട്ടോയിൽ ഇരുന്ന സ്ത്രീകളെ ഇവർ ചുറ്റും കൂടി നിന്ന് കൂവിയ പോലെ ഇവർ അറിയുന്നു കൂവും. ഇവർക്ക് അത് അറിയാവുള്ളൂ ഈ പരിപാടി, ഇവർക്ക് കൂവാനേ അറിയൂ. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ടൈറ്റിൽ കള്ളും പെണ്ണെന്നാണ്. അപ്പോൾ മദ്യപാനത്തിന്റെ ദോഷത്തേക്കാൾ കൂടുതൽ ഈ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് സമ്പൂർണമായ ഈ ലിംഗവിവേചനം നിരോധിച്ചിട്ടുള്ള, ലിംഗസമത്വം അംഗീകരിച്ചിട്ടുള്ള, ഭരണഘടന പ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും മദ്യപിക്കാമെന്ന് നമ്മുടെ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതിനകത്ത് യാതൊരു സംശയമില്ല, നിയമപരമായിട്ടായാലും രാഷ്ട്രീയമായിട്ടായാലും സ്ത്രീകൾക്ക് കള്ള് കുടിക്കാം, അതിനകത്ത് കുഴപ്പമില്ല. ഞാൻ കള്ള് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കല്ല രാഹുലെ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കള്ള് കുടിക്കാൻ നിയമപരമായ തടസ്സങ്ങൾ, നിയമപരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യുന്ന പെണ്ണിനെ കൂവുന്നത് എങ്ങനെയാണ്? അത് ഏത് ന്യായത്തിന് ഒരു കുഴപ്പമില്ല. പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് ആണുങ്ങൾ കുടിക്കുമ്പോഴും കൂവണം. ഒരു വരി, അതായത് ഇത് ആണുങ്ങൾ പലപ്പോഴും കള്ളം പറയുക, ടെൻഷൻ മറക്കാനാ കുടിക്കുന്നതെന്ന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആണുങ്ങൾ ഇല്ല, ഞാൻ കഴിക്കാറില്ല. ഞാൻ ഒരുപാട് സോഷ്യൽ ഡ്രിങ്കിങ് പാർട്ടീസിന് പോകാറ്, ഞാൻ കഴിക്കാറില്ല, ഇന്ന് വരെ കഴിച്ചിട്ടില്ല. പക്ഷെ എന്റെ പോയിന്റ് അതല്ല. ആണുങ്ങൾ ആയിക്കോട്ടെ, ആണുങ്ങൾ പലപ്പോഴും കള്ളത്തരം പറയുന്നത് അവർക്ക് ടെൻഷൻ കൊണ്ടാ കുടിക്കുന്നതെന്ന്. ഒരാൺ എടുക്കുന്നതിൽ എത്രയോ വലിയ ടെൻഷനാ സ്ത്രീ ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ആ സ്ത്രീകൾക്ക് ആർക്കും ഇല്ലാത്ത എന്തിനാണ് ഈ ആണുങ്ങൾക്ക് മാത്രം? അതുകൊണ്ട് ആണുങ്ങളുടെ കൂടി ന്യായീകരിക്കല്ല, പെൺകുട്ടികൾ കുടിക്കുന്ന മോഡേൺ ആണെന്ന ഇമേജ് മനഃപൂർവ്വം സ്ത്രീകൾക്ക് ചാർത്തി കൊടുക്കുക. അല്ല, ഉണ്ണി സർ പറഞ്ഞ പോലെ ഇപ്പൊ ഒരാണ് വന്ന് പറയാം, അതെ ഇപ്പൊ അവരുടെ അച്ഛൻ പറഞ്ഞു ഞാനൊരു കുടിയൻ, ഞാൻ കുടിക്കാറുണ്ട്, ഞാൻ മദ്യപിക്കാറുണ്ട്, കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് മദ്യപിക്കാണ് എന്ന് വന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ നാളെ അവരൊന്ന് ബോധർ ചെയ്യുമല്ലോ. ഈവൻ ഒരു സെലിബ്രിറ്റി തന്നെ വന്ന് പറഞ്ഞാൽ യെസ് ഐ ആം എ ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ
ഒരു സ്ത്രീ ഒരു സെലിബ്രിറ്റി ആയ ഒരു നോൺ പേഴ്സൺ അതെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ നാളത്തെ ന്യൂസ് അതാണ്. ഇവർക്ക് ഇനി യൂട്യൂബിലും കാര്യത്തിലും ഇത് മാത്രം ഇട്ട് ചർച്ച ചെയ്യാൻ ഞാനൊരു ഉദാഹരണം കൂവി വിളിക്കാം. നമ്മുടെ രാജ്യത്ത് വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കാൻ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 183 എന്ന് പറയുന്ന നിയമമുണ്ട്. ഇത് ഒരു അവിടെ വെച്ച് ജാമ്യം കൊടുക്കാവുന്ന 1500 രൂപ ഫൈൻ അടച്ച തീരാവുന്ന ഒരു പെറ്റി കേസാണ്. ഈ കേസിൽ ഒരു ദിവസം ഒരു 50,000 ആണുങ്ങളെ നമ്മുടെ നാട്ടിൽ ഓടിച്ചിട്ട് പോലീസ് പിടിക്കുന്നുണ്ട്. ഇതുവരെ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു പെങ്കൊച്ച് ഒരു ദിവസം കള്ള് കുടിച്ച് പിടിച്ച പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്തയാണ്. ആ ന്യൂസ് വാല്യൂ ഉണ്ടാവുന്ന ലോകത്ത് 99% ആണുങ്ങളാണ് പെണ്ണുങ്ങളോട് സെക്ഷൽ അട്രോസിറ്റി റേപ്പ് ചെയ്യുന്നത്. ഒരു പെണ്ണാണിനെ റേപ്പ് ചെയ്ത വാർത്തയാണ്. ഒരു 183 മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറഞ്ഞ പെറ്റി കേസിൽ പ്രതിയായ ഒരു കാര്യം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വാർത്ത. അത് വരുന്നത് എന്തുകൊണ്ടാ? കൊക്കൈൻ കേസ് പിടിക്കപ്പെട്ടു, ആരുടെയും പേര് പറയുന്നില്ല. ആദ്യം 2 പെൺകുട്ടികളായിരുന്നു. അപ്പൊ ന്യൂസ് വാല്യൂ എന്നൊരു കാര്യമില്ലേ? ഇത്തരം കാര്യങ്ങൾ കണ്ണടച്ചിട്ടാ എന്തുകൊണ്ട് ന്യൂസ് അല്ലല്ല പ്രശ്നം അതല്ല രാഹുൽ എന്തുകൊണ്ട് ന്യൂസ് വാല്യൂ ഉണ്ടാകുന്നു നമുക്ക് ആലോചിക്കണം. സമൂഹത്തിൽ പരമ്പരാഗതമായി ആൾക്കാർ എങ്ങനെ മദ്യപിക്കാറില്ല. ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിന്റെ ആൾ മദ്യപിച്ച് പിടിക്കപ്പെട്ട അതും വലിയ വാർത്തയാവും. കാര്യം അവര് പൊതുവെ കഴിക്കില്ല. പുരുഷൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും താരതമ്യേന സ്ത്രീകളുടെ മദ്യപാനം കുറഞ്ഞു വരുന്നു? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ തന്നെ മനസ്സിലാക്കുന്നു ഈ സ്ത്രീകളുടെ മദ്യപാനം എന്നുള്ളത് ദുരന്തമാണ് എന്നുള്ളത്. ഒരു കുടുംബത്തിൽ നമ്മൾക്കറിയാം. സ്ത്രീകളുടെ ഇടയിൽ മദ്യപാനം കുറഞ്ഞു വരുന്നതാണോ മദ്യപിക്കുന്ന കാര്യം സ്ത്രീകൾ പുറത്തു പറയാത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്ത്രീകൾ തന്നെ ഇപ്പൊ നമ്മൾക്കറിയാം മദ്യത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും ഉയർന്നു വരുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരന്തത്തെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഇപ്പൊ അച്ഛൻ മദ്യപിക്കുന്ന കുടുംബങ്ങളിൽ പോലും നല്ല മദ്യപിക്കാത്ത ഉയർന്നു വരുന്ന പല പ്രതിഭകളും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മയാണ് അവർക്ക് തണലായിട്ട് അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ മനസ്സിലാക്കുന്നു മദ്യപിക്കുക എന്നുള്ളത് കുടുംബത്തിനും സമൂഹത്തിനും എന്തുകൊണ്ട് പുരുഷൻ അല്ല നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് സ്ത്രീ മദ്യപിക്കുന്നില്ല? ഈ കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഈ സ്ത്രീക്കാണെന്നും ഇത് കാലകാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് മദ്യപിക്കുന്നതിന് തടസ്സമില്ലാഞ്ഞിട്ട് എന്തുകൊണ്ട് മദ്യപാനം കൂടുതലില്ല? ആദ്യ കാലങ്ങളിൽ ഇവര് ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ്? വീട് നോക്കാൻ നീ വേണമെന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞാണ്. ഇവള് ജോലിക്ക് പോയി പൈസ ഉണ്ടായി കഴിഞ്ഞ പേടിയാണ് അവർക്ക്. ഒരു വിദ്യാഭ്യാസത്തിന് വിടായിരുന്നു എന്താണ് പിള്ളേരെ പഠിച്ച പേടിയാണ്. സ്ത്രീയുടെ വിദ്യാഭ്യാസ പേടി, അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പേടി, അവരുടെ ആറ്റിറ്റ്യൂഡിനെ പേടി എല്ലാം 100% എന്നിട്ട് എവിടെയെങ്കിലും വെച്ച് ഒരു സ്ത്രീ ഒരു ചെറിയ വിവാദത്തിന്റെ ഒരു അംശം പിന്നെ അതങ്ങ് പുകിലാണ്. കാരണം ഒരു സ്ത്രീ എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇത് പേടിയല്ല പിന്നെന്താണ്? നാടാണിത്. സ്ത്രീകളെ ആർക്കാണ് പേടി? സ്ത്രീ ശാക്തീകരണം എന്നും വേണം. പക്ഷെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ വെസ്റ്റേണൈസേഷനും അവളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് ഇവിടെ മുമ്പോട്ട് പലപ്പോഴും ഇത്തരം ചൂണ്ടകളിൽ സ്ത്രീകൾ കുടുങ്ങുക എന്നുള്ളതാണ് ദുരന്തം. എല്ലാവരും കൂടെ പറഞ്ഞ ആരുടെയും എന്നുള്ള ആ ചൂണ്ട എല്ലാം ഒഴിവാക്കുന്നു എന്നുള്ളതല്ല. ഇപ്പൊ അവര് പറഞ്ഞല്ലോ മദ്യപിക്കുന്ന കാര്യം പറഞ്ഞു, അവരും കുടിക്കുന്നു, അവരുടെ വീട്ടിൽ ഭാര്യയും കുടിക്കുന്നു എന്ന് കരുതാ. എങ്കിൽ അവരുടെ കുടുംബത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇത് ആണ് കുടിക്കുമെങ്കിൽ പെണ്ണ് കുടിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. എല്ലാവരും കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് നിയന്ത്രണങ്ങളില്ല നിങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് താരതമ്യേന ഇപ്പോഴും കേരളത്തിൽ നമ്മൾ ബീവറേജിന് മുമ്പിൽ സ്ത്രീകളുടെ ക്യൂ കാണുന്നില്ല? എന്തുകൊണ്ട്? അപ്പൊ സ്ത്രീ മനസ്സിലാക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും മദ്യപിക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ അവിടുത്തെ ആൾക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, എന്നുവെച്ചാൽ വേറെ സ്റ്റേറ്റിൽ ഉണ്ടാവും എനിക്കറിയത്തില്ല. ഞാൻ ബാംഗ്ലൂർ പഠിച്ചോണ്ട് ഞാൻ അത് റെഫർ ചെയ്യുന്നത്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നു. കുഞ്ഞുട്ടി ഒരു മിനിറ്റ് പറയട്ടെ. കുഞ്ഞുട്ടി ഞാൻ ഇപ്പൊ വെക്കേഷൻ വരുന്നതിന് മുമ്പ് കണ്ട കാര്യം, ഹസ്ബൻഡും വൈഫും ഇരുന്ന് വൈറ്റ് റം കുടിക്കുക. കുട്ടി അതിലെ കൂടെ നടക്കുന്നുണ്ട്. കുട്ടി അതിന്റെ ഫീഡിംഗ് ബോട്ടിലും കൊണ്ടുവന്ന് വരുന്നുണ്ട്. അപ്പം പറയുന്നില്ല മോളെ ചിയേഴ്സ് അടിക്കുമ്പോൾ കൊച്ചു ചിയേഴ്സ് അടിക്കുന്ന അല്ലാതെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആ കുട്ടി അത് കണ്ടിട്ട് ഓക്കെ നാളെ മുതൽ കുട്ടിയും പോയി കുടിക്കുന്നൊന്നുമില്ല. മക്കൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇവിടെ ഇപ്പൊ കേരളത്തിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പം നാളെ ബാംഗ്ലൂരിൽ പോയിട്ട് ഒന്ന് കുടിച്ചിട്ട് തിരിച്ച് ഞാൻ കേരളത്തിലേക്കാണ് വരുന്നത്. അവര് വേറെ കണ്ണി കൂടെ കാണും. ഇപ്പൊ സ്റ്റേ ബാക്ക് ഇൻ ബാംഗ്ലൂർ അവരൊന്നും പറയത്തില്ല. കുടിച്ച് എനിക്ക് നിൽക്കാറ്, എനിക്ക് വണ്ടി ഓടിക്കാറിയാന്നെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. പോലീസ് ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയാൽ അത് കേസാവും. തിരിച്ച് കേരളത്തിൽ വരട്ടെ, എന്റെ അപ്പനും അമ്മ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. വേണ്ട, ഫേസ്ബുക്കിൽ ഞാൻ ഒന്ന് ടാഗ് ചെയ്യട്ടെ, ഞാൻ ഒരു പബ്ബിൽ പോയെന്നുള്ള ടാഗ് ചെയ്യട്ടെ. എനിക്ക് കോൾ വരും എന്റെ വീട്ടിൽ നിന്ന്. അമ്മ ലൈക്ക്
ഡിഡ് യു ആക്ച്വലി ഗോ ദർ? ഞാൻ ഇല്ല, അത് ബർത്ത്ഡേ കേക്ക് മേടിച്ച് കൊടുത്തോണ്ട് ടാഗ് ചെയ്താൽ അതൊന്നും അല്ല അമ്മയ്ക്ക് പ്രശ്നം. അമ്മ ലൈക്ക് ടാഗ് ചെയ്തു, നമ്മളെ പോലെ അല്ല നാട്ടുകാർ നോക്കുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ, എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും ഫേസ്ബുക്കിൽ, കേരളത്തിലുള്ള അവർ നോക്കുമ്പോൾ എന്താ അവള് നമ്മൾ തന്നെ നമ്മുടെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഇതല്ലേ നമ്മൾ കാണിക്കുന്ന വീട്ടിൽ. അല്ല, ഞാൻ കേരളത്തിലെ വൈറ്റ് വിമൻസ് ആർ നോട്ട് അവകാശങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീക്കായിരുന്നാലും അവളുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. 21 വയസ്സ് പൂർത്തിയായ ആർക്കും മദ്യപിക്കാം, പുരുഷന് മാത്രം മദ്യപിക്കാന്നല്ല പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോ ഞാനിപ്പോ കേരളത്തിൽ നിൽക്കുന്നു, എന്റെ അമ്മ പറഞ്ഞ എന്താ നീ എന്തിനാ ടാഗ് ചെയ്ത്? അപ്പൊ എന്റെ വിചാരം എന്താ, ഓക്കെ കേരളത്തിൽ ഇതൊക്കെ ഇങ്ങനെയാണ്, ആൾക്കാർ വേറെ കണ്ണിക്കൂടിയാ കാണുന്നത്, സോ വി ഷുഡ് കേരളത്തിൽ എന്തൊക്കെ തന്നെയായാലും നമുക്ക് എന്ത് പെർമിഷൻ ഉണ്ടെന്ന് വെച്ചാലും, ഞാൻ സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. ആഗോളതലത്തിൽ കേരളത്തിന്റെ പുരോഗതി ഒരു കാര്യത്തിൽ മാത്രമാണ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യവും. സ്ത്രീകളുടെ ആരോഗ്യത്തെ എളുപ്പത്തിൽ ബാധിക്കുന്നതാണ് മദ്യപാനം. ആണുങ്ങളെക്കാൾ എളുപ്പത്തിൽ ബാധിക്കുന്നതാണ് പെണ്ണുങ്ങളുടെ ശാരീരിക വ്യവസ്ഥ. അപ്പം അതുകൊണ്ട് പിന്നെ അത് പോരാത്തതിന് ഈ അണുകുടുംബ വ്യവസ്ഥയിൽ സ്ത്രീയും പുരുഷനുമാണ് ഒരു ഫാമിലിയുടെ അടിത്തറ. അതിൽ പുരുഷൻ ഓൾറെഡി നമ്മുടെ നാട്ടിൽ കുടിച്ച് മദ്യപൻ മെജോറിറ്റി നമുക്കറിയാം, മോർ ദാൻ 50% നമ്മുടെ ആൾക്കാർ നല്ല മദ്യപന്മാരാണ്. അപ്പം അതിനിടയ്ക്ക് ആകെയുള്ള അമ്മ കൂടെ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ അതുപോലെ തന്നെ മക്കൾക്കുള്ള 8,000 കോടി രൂപയ്ക്ക് മലയാളി മദ്യപിക്കുന്നത്. ഇനി അമ്മമാരും കൂടെ കുടിച്ചു തുടങ്ങിയാൽ ഇനി സ്ത്രീകളോട് അവസ്ഥ എന്താവും? സീരിയലിൽ മദ്യപിക്കുന്ന കഥാപാത്രങ്ങളുണ്ടോ? ഞാൻ അധികം അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മ. പക്ഷെ സിനിമയിൽ ഒരുപാട് ഇങ്ങനെ മദ്യപിക്കുന്ന കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാണും. ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയിൽ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതകൾ കാണും. കാരണം അവരുടെ ഒരു സൗഹൃദങ്ങൾ കുറെ കൂടെ വിപുലമാണ്. അതാണ് വീണ്ടും നമ്മൾ വരുന്ന ഈ സൗഹൃദം എന്ന് പറയുന്ന, മദ്യപിക്കുക എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിലേക്ക് നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് മദ്യമില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു ആഘോഷവുമില്ല. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. ഒന്ന് ഇപ്പൊ കുടിക്കാൻ ഒരു കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നതൊക്കെ ചിലപ്പോൾ എനിക്ക് നമ്മുടെ പൊതുവെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാറുണ്ട്. അത് പുരുഷന്മാരാണെങ്കിലും പിന്നെ ഭാര്യ പ്രസവിച്ചാൽ ഡ്രിങ്ക് ഉണ്ടാവും, അല്ലെ? മരിച്ചാലും ഉണ്ടാകും, കല്യാണത്തിനും ഉണ്ടാകും, എല്ലാത്തിനും ഉണ്ടാകും. ഇതില്ലെങ്കിൽ ആഘോഷമില്ല എന്നുള്ളൊരു. പണ്ട് നമ്മൾ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ് എല്ലാവരും. എവിടെയായാലും മദ്യപാനം കൂടുതലാണ്, അപകടകരമായിട്ട് കൂടുതലാണ്. അതിന് സംശയമൊന്നുമില്ല. ലോകത്ത് ഒരു സമൂഹത്തിൽ ഇത്രമാത്രം മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഈ സിനിമ എനിക്ക് പ്രിയപ്പെട്ട ശ്രീ ശ്യാമപ്രസാദ് സാറിന്റെ സിനിമയാണ്. ശ്യാമപ്രസാദ് സാർ പണ്ടേ ഒരു പുരോഗമനവാദിയാണ്, അത് വേറെ. പക്ഷേ ഇത് കാണിക്കുന്നത് എന്താ? ഇത്തരം മെസ്സേജസ് എന്താ? അല്ലെങ്കിൽ ഈ തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ടക്കീല ഷോട്ട്സും അടക്കം പല മദ്യം കഴിയുന്ന മെസ്സേജ് എന്താ? ഇതൊരു നോർമൽ കാര്യമാണ് എന്നൊരു മെസ്സേജ് സബ്കോൺഷ്യസ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അതായത് മദ്യപിച്ച് ആസിഫ് അലിയെ തോപ്പിക്കുന്ന റിമയാണ് ട്രെൻഡ് എന്ന രീതിയിൽ ഇവരെ ഇമ്പാക്ട് ചെയ്യുകയാണ്. ഈ 16-നും 25-നും ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികൾക്ക് ഇത് നെഗറ്റീവായിട്ട് മൈൻഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരുടെ ജീവിതത്തിന് പിന്നീട്, മാഡം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, പ്രഗ്നൻസി അടക്കമുള്ള കാര്യങ്ങളിൽ ആൽക്കഹോൾ കണ്ടന്റ്സ് കൺസ്യൂം ചെയ്തിട്ടുള്ളവരുടെ ശാരീരികപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ രാഹുൽ പറഞ്ഞതുപോലെ സിനിമ എടുക്കാനേ പറ്റില്ല. കള്ളും പെണ്ണും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആവേശകരമായ ചർച്ച ഇവിടെ തീരുന്നില്ല. അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും കൂടുതൽ വാദമുഖങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. അതുവരയ്ക്കും നമസ്കാരം.